ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് കടലയാണ്. ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. കറുപ്പ് കടലയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 5-6 മണിക്കൂറായാലും നമ്മുടെ കടല നന്നായിട്ട് വെള്ളത്തിൽ കുതിർക്കണം. എന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി കുതിർന്നിട്ട് 3-4 പ്രാവശ്യം കഴുകി എടുത്ത് വെച്ചേക്കുന്ന കടലയാണിത്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ. അപ്പോൾ കടലയുടെ വേവിനനുസരിച്ച് ഇതിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. അപ്പം ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുവാണേ. അപ്പോൾ അത് നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 4 വിസിൽ കഴിയുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ കടല വേവിച്ച് വെച്ചു. കുക്കറിൻ്റെ പ്രഷർ പോണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയിരുന്ന വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ നന്നായിട്ട് ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അതാണ് ഞാൻ 2 എടുത്തത്. നമ്മുടെ കടലക്കറിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. മുളകൊന്ന് നെടുവേ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കുക. മീഡിയം സവാളയാണെങ്കിൽ 1.5 സവാള എടുത്താൽ മതി. അപ്പം നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു തവിയോളം നമുക്ക് കടലെടുത്ത് ഒരു മിക്സി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 കപ്പോളം മതിയാകും. ഇപ്പോൾ ഇത് നല്ല ചൂടല്ലേ, കുറച്ച് ചൂടൊന്ന് ആറിക്കോട്ടെ. ആറിയിട്ട് നമുക്ക് മിക്സി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അതാ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം കടല എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരച്ച കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിക്കായിട്ട് വരും. തേങ്ങ അരച്ചതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി മുളക് പൊടി ഒന്നും ചേർക്കരുത്. ഇനി നമ്മുടെ കടലക്കറി ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് തിളപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കാകാൻ സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഒത്തിരി അങ്ങ് വെന്തുടയണ്ട. അത് കാരണമാണ് നമ്മൾ ഇത് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ്, നല്ല പഴുത്ത ഒരു തക്കാളി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കുകയാണ്. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. കറിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ടാകും. നമുക്ക് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നമ്മൾ കടല അരച്ച് ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നത്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ചാറോട് കൂടിയുള്ള കറി വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കിയേക്കണത്. ഇപ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നിയാലും ചൂടാറുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല വെച്ചിട്ടുള്ള കടലക്കറി. തേങ്ങ അരയ്ക്കാതെ നല്ല കൊഴുത്ത ചാറോട് കൂടിയ കടലക്കറിയാണിത്. ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണിത്. ഉണ്ടാക്കാനും വളരെ ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.